ഈ യാത്രയിൽ ഈ വലിയ വെള്ളിയാഴ്ചയുടെ ആചരണത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ, കർത്താവിൻ്റെ പീഠാനുഭവത്തിൽ പങ്കാളികളായി തീർന്ന് അവൻ്റെ സ്നേഹത്തിൻ്റെ മാസ്മര ശക്തിയെ തിരിച്ചറിയുവാൻ മനുഷ്യജാതിക്ക് വേണ്ടി ജീവനെ മറവിലയായി നൽകിയ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തലോടങ്ങളേറ്റ് അവൻ്റെ ശക്തിയാൽ നിറയുന്നതിന്, അവനോടുകൂടി പഴയ മനുഷ്യൻ്റെ ജീവിതത്തെ ഉപേക്ഷിക്കുന്നതിന്, പുതിയ മനുഷ്യൻ്റെ വ്യക്തിത്വം സമ്പാദിക്കുന്നതിന് ഒക്കെയും നമുക്ക് ഭാഗ്യം ലഭിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രൂശ് നിയമപരമായി കൊല്ലുവാനുള്ളതായ ഒരു സമ്പ്രദായമാണ്, ഒരു ഉപാധിയാണ്. ക്രൂശ് ഒരു ചരിത്ര സംഭവമാണ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം യഹൂദ ജാതിക്കായിരുന്നു. കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറ്റൊരു ഉത്തരവാദിത്തം, പൊളിറ്റിക്കലായിട്ടുള്ള ഉത്തരവാദിത്തം റോമൻ ഗവൺമെൻറ്റിനായിരുന്നു. യഹൂദ ജാതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ളതായ വിഭാഗങ്ങൾ, സമൂഹങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർ വളരെ പ്രതീക്ഷയോടുകൂടെ ജീവിച്ചിരുന്നതായ ഒരു സമൂഹമാണ്. ദാവീദിൻ്റെ കാലം പോലെ അവർക്ക് ഒരു ഗോൾഡൻ ഈറ, ഒരു പുതിയ യുഗം, ഒരു സുവർണകാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദൈവം അവരുടെ ചരിത്രത്തിൽ ഇടപെടും. ഈ റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ അമർന്നിരിക്കുന്നതായ ഈ ജാതിക്ക് ഒരു വിമോചനമുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്, ഒരു രക്ഷയുണ്ട്. എന്നാൽ സ്നേഹം പകർന്നു തരുന്നതായ, കഷ്ടം പകർന്നു തരുന്നതായ, കഷ്ടം ഏറ്റെടുത്തവനായ ആ കഷ്ടപ്പെടുന്ന മശിഹായെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതായിരുന്നു അവരുടേതായ വലിയതായ ഒരു പരാജയം. യഹൂദന്മാരുടെ ക്രമീകരണങ്ങൾ അനുസരിച്ച്, അവരുടെ ന്യായപ്രമാണം അനുസരിക്കുന്നതാണ് ദൈവത്തിനു മുമ്പാകെ സ്വീകാര്യമായ ജീവിതശൈലി എന്ന് അവർ ചിന്തിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. എന്നാൽ കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ മോറൽ പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായ ഈ നിയമങ്ങളുടെ ഉപാധികളെ ഉപേക്ഷിച്ച് പോകുന്നതായ ജീവിതം ഒരു വലിയതായ കപടഭക്തിയാണെന്ന് കർത്താവ് പറഞ്ഞു. അത് അവരെ ക്രൂശിൽ ഏറ്റുവാനായിട്ട് ഒരുങ്ങി. സദൂക്യര്, എസ്സീനിയൻസ്, ഹെറോദിയൻസ്, സീലഡ്സ്, അതുപോലെ തന്നെ പരീശന്മാർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ളതായ സമൂഹം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നും ഈ രാജ്യത്തിലൊക്കെ കുറ്റം ചുമത്തി കൊന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെയോ അവൻ്റെ മഹത്വത്തെയോ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതായ സമൂഹം, ക്രിസ്തു സമൂഹം, ക്രിസ്തു സഭ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടതായ ദൈവസ്നേഹത്തിൻ്റെ വലിയ ആധിക്യത്തെ ക്രൂശിൽ കൂടെ കണ്ടു. ആ ക്രൂശിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ സമൂഹമാണ്. ക്രൂശിൻ്റെ വലിയതായ വെളിപ്പെടുത്തൽ കൂടെ കളായ അനുഭവങ്ങളെ ഉൾക്കൊണ്ടതായ സമൂഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്ന നമുക്കോ രക്ഷയുമാകുന്നുവെന്ന്. ആ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ക്രൂശ് നമ്മെ നയിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയതായ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്. ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയതായ പ്രകടനമാണ് കർത്താവിനെ നമുക്ക് വേണ്ടി അയച്ചു എന്നുള്ളതായ ആ വലിയതായ കാര്യം. സ്വർഗത്തിലെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. മനുഷ്യൻ രക്ഷപ്പെടണം, അത് ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ നിർബന്ധ ബുദ്ധി മൂലം ഏറ്റവും ചെലവ് കൂടിയതായിരുന്നു മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്. തൻ്റെ ഏകജാതൻ്റെ പുത്രൻ്റെ ജീവനെ മറവിലയായി നൽകുവാൻ തക്കവണ്ണം ആ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കുകയായിരുന്നു. ആ വീണ്ടെടുപ്പിലൂടെ മനുഷ്യജാതിയെ മുഴുവനും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിച്ചത്. തൻ്റെ മകൻ്റെ ക്രൂശ് മരണം മൂലം, പീഠാനുഭവം മൂലം, വേദനയോടുകൂടി പിടഞ്ഞുള്ളതായ മരണം മൂലം മനുഷ്യജാതിയുടെ പാപത്തെ മുഴുവനായിട്ടും അവൻ ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി അവൻ അർപ്പിച്ച് അവൻ മനുഷ്യജാതിയെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പ് എവിടേക്കാണ്? ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് നിഷ്പാപാവസ്ഥയിലായിരുന്നു.
ആ നിഷ്പാപാവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. പാപം മൂലം ദൈവത്തുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ബന്ധത്തിൽ നിന്ന് നമ്മെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ആയിരിക്കേണ്ടതായ സ്ഥാനത്ത് ആയിരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആയിരിക്കേണ്ടതായ സ്ഥാനത്തേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ദൈവപുത്രന്റെ യാഗത്തിലൂടെ മനുഷ്യന്റെ പാപത്തിന്റെ ആധിക്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവനെ വിടർത്തി പുത്രസ്വീകാരത്തിന്റെ പദവിയിലേക്ക് അവനെ പിടിച്ചുയർത്തുവാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജാതം ചെയ്തത്. തൻ്റെതായ അവതാരത്തിലൂടെ, തൻ്റെതായ ബലി അർപ്പണത്തിലൂടെ, തൻ്റെതായ ജീവിത ഭാഗധേയത്തിലൂടെ മനുഷ്യജാതിക്ക് അന്ന് വരെയും മൺമറഞ്ഞിരുന്നതായ ആ സ്നേഹത്തിന്റെ ആർദ്രതയുള്ളതായ ഭാവം അവൻ വെളിപ്പെടുത്തി കൊടുത്തു. ആ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ അവൻ മനുഷ്യൻ എങ്ങനെ ദൈവപുത്രന്മാരായി തീരുമാനമുള്ളതായ വലിയ സത്യം അവൻ വെളിപ്പെടുത്തി കൊടുത്തു. അവന്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. നഷ്ടപ്പെട്ട മനുഷ്യനെ തേടി ഇറങ്ങി വരുന്നതായ ദൈവത്തിന്റെ വലിയതായ ശക്തിയാണ് നമുക്ക് ക്രൂശിലൂടെ കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ രക്ഷപ്പെടണമെന്നുള്ളതായ നിർബന്ധ ബുദ്ധിയുടെ വലിയതായ വെളിപ്പെടുത്തലാണ് കർത്താവിൻ്റെതായ ക്രൂശ്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി ഇറങ്ങിച്ചെന്ന് അവനെ പേര് ചൊല്ലി വിളിക്കുന്നതായ ഒരു ഭാഗം നമുക്ക് ഒന്നാമത്തെ ബുക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജെനസിസിലെ ആദമേ ആദമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം ഇറങ്ങിച്ചെല്ലുന്നു. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായ മനുഷ്യനെ ആയിരിക്കേണ്ടതായ സ്ഥാനത്ത് നിന്ന് ആയിരിക്കാതെ മാറ്റപ്പെട്ടു പോയതായ വ്യക്തി മനുഷ്യനെ ചെന്ന് ഇറങ്ങി വിളിച്ച് അവന്റെ വാർപ്പിടത്തേക്ക് ചെന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായ സ്നേഹത്തിന്റെ കരുണയുടെ വലിയതായ ദൈവത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നഷ്ടപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. യഥാസ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാൻ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് സാധ്യതമായി തീരണം. നാം സുവിശേഷം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ ബുക്ക് വായിക്കുമ്പോൾ അവിടുത്തെ 15-ാം അധ്യായത്തില് 3 നഷ്ടത്തെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് 100 ആടുള്ളതായ ആടിനെ നഷ്ടപ്പെടുന്നതായ അവസ്ഥയാണ്. 1 നഷ്ടപ്പെടുമ്പോൾ 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി കാടുകളും മേടുകളും ഒക്കെ അലഞ്ഞ് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആ ഇടയനെ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 99നെയും വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്നതായ ആ വലിയതായ ചിത്രം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് ബ്രഹ്മം നഷ്ടപ്പെട്ടു പോയതായ സ്ത്രീയെ കുറിച്ചാണ്. അവിടെ തലയിൽ അണിയുന്നതായ ആഭരണം നഷ്ടപ്പെട്ടു പോയി. അവളെ ഒരു കാനിൽ കത്തിച്ച് അവളുടെ വീട് മുഴുവനും തീഷ്ണതയോടുകൂടി അന്വേഷിക്കുകയാണ്. കണ്ടുകിട്ടുന്നത് വരെയും അന്വേഷിക്കുന്നതായ ചിത്രമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു ദ്രവം നഷ്ടപ്പെട്ടു പോയാൽ അവളുടെ ചാരിത്രത്തെ കുറിച്ച് ഒരുപക്ഷെ സമൂഹത്തിന് സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ട് അവള് തീഷ്ണതയോടുകൂടെ അന്വേഷിക്കുകയാണ്. വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് മകൻ നഷ്ടപ്പെട്ടതായ പിതാവിനെ കുറിച്ചാണ്. മകന്റെ തിരിച്ചു വരവിന് വേണ്ടി സ്നേഹത്തോടുകൂടി അവനെ ആശ്ലേഷിക്കുവാൻ, അവനെ ആലിംഗനം ചെയ്യുവാൻ, അവനെ മാർവോട് ചേർത്ത് അണയ്ക്കുവാൻ, അവനെ ആശ്ലേഷമാകുന്ന മുത്തം നൽകി അവന്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ തക്കവണ്ണം ആ പിതാവ് ദീർഘക്ഷമയോടുകൂടി, വാഞ്ചയോടുകൂടി, വലിയതായ കരുണയോടുകൂടി, വലുതായ കരുതലോടുകൂടി കാത്തിരിക്കുകയാണ് കാണുന്നത്. ഈ 3 ഭാവങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നഷ്ടപ്പെട്ടു പോയതിനെ ഉപേക്ഷിക്കുന്നില്ല. കണ്ടുകിട്ടുന്നത് വരെയുമുള്ള അന്വേഷണമാണ്. അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ നിലവിളി ഹൃദയാർജവമാണ്. മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മകൻ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് വേർപെടുമ്പോൾ, മകൻ ആയിരിക്കേണ്ടതായ സ്ഥാനത്തായിരിക്കാതെ വരുമ്പോൾ പിതാവിനുള്ളതായ ദുഃഖം അതീവമാണ്. അത് പറഞ്ഞറിയിക്കുവാൻ പാടില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഈ സ്നേഹത്തിന്റെ, ഈ കരുണയുടെ അനുഭവം അവിടെ കാണുവാൻ സാധിക്കുന്നു. ഉടയവൻ നിലവിളിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നിലവിളി അവന്റെ അന്തരാത്മാവിൽ നിന്ന് ആ നിലവിളി ഉയരുകയാണ്. രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ളതായ നിലവിളി. ഈ വലിയ സ്നേഹമാണ് കാൽവറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. പാപത്തിലാണ്ടുപോയ മനുഷ്യനെ ദൈവം തമ്പുരാൻ തന്റെ മരണം മൂലം വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ വീണ്ടെടുപ്പിന് 3 ഉദ്ദേശങ്ങളുണ്ട്. ഈ 3 ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എ വേ ഓഫ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. നമുക്കൊരു മാറ്റം ആവശ്യമാണ്, നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ കുറവുകളെ കുറിച്ച് ബോധ്യപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാനുള്ളതായ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്.
ദൈവത്തെങ്കിലേക്ക് തിരിയണമെങ്കിൽ അവനവന് ഒരു ബോധ്യം വേണം. ഞാൻ ഭാവിയാണെന്നുള്ളതായ തിരിച്ചറിവ്, ഞാൻ ഭാവിയാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെങ്കിലേക്ക് നമുക്ക് മനം തിരിഞ്ഞ് വരുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പല ഭാഗത്തും, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അശുദ്ധമായ ജീവിതത്തിന്റെ മാർഗത്തിൽ നിന്ന് വിശുദ്ധിയുടേതായ സരണിയെ അവൻ തുറന്നു തന്നു. ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം അവൻ കാണിച്ചു തന്നു. ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി അവൻ തുറന്നു തന്നു. അവന്റെ വഴിയിലൂടെ അവനെ അനുധാവനം ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ഓർത്തഡോക്സ് തിയോളജിയിലെ ക്രിസ്റ്റോളജിയിലെ ഒരു വാക്കുണ്ട്, ഹെസീക്കിയ. ഹെസീക്കിയ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റിൽനെസ്, ക്വയറ്റ്, പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. ഈ വാക്കിനോട് ചേർന്ന് രണ്ട് വാക്കുകളുടെ ഉണ്ട്. ഒന്ന് ഹെസികാസ്റ്റ്, ഈ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിക്കുന്നതായ വ്യക്തിയെ കുറിച്ച് പറയുന്നതാണ് ഹെസികാസ്റ്റ് എന്ന്. ആ പ്രസ്ഥാനത്തിന് പറയുന്ന പേരാണ് ഹെസികാസം. ഈ ഹെസികാസ്റ്റ് എന്നുള്ള ഹെസിക്കിയ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് ചെന്ന് ശാന്തമായിരുന്ന് സ്വസ്ഥമായിരുന്ന് അവനവന്റെ ജീവിതത്തെ ഒന്ന് ദൈവത്തിന് മുമ്പാകെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ആഴമായി അവന്റെ തിന്മകളെ ഒന്ന് ചിന്തിച്ച് അവന്റെ പാപത്തെ ഒന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പാകുന്ന അനുഭവമാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ ഹൃദയം ഒരു പോണ്ടായിട്ടാണ് കാണുന്നത്, ഒരു കുളമായിട്ടാണ്. അവിടെ ഒരുപാട് ഇളക്കങ്ങളും ഒക്കെ വരുമ്പോൾ, തിരകളൊക്കെ വള്ളുമ്പോൾ ആ മണ്ണ് ഇളകിയിട്ട് അവിടെ വലിയതായ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്. ആ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ആ ഇളക്കമെല്ലാം ഒന്ന് മാറ്റുവാൻ കഴിയണം. ആ ഇളക്കമെല്ലാം മാറ്റി ആ ജലം നിശ്ചലമായി തീരുമ്പോൾ നമ്മുടേതായ മുഖം ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതിനിടയായി തീരും. ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന അനുഭവമാണ് ശാന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന അനുഭവം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധ്യപ്പെടുവാൻ സാധിക്കുന്നത്. രാത്രിയിലെ സൂത്താറ നമസ്കാരം കഴിഞ്ഞ് ബെഡിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അന്നത്തെ ജീവിതത്തെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ 100 പാപം ചെയ്യുന്ന മനുഷ്യനെ ഒന്നെങ്കിലും കുറയ്ക്കുവാനായിട്ട് പിറ്റേ ദിവസം കഴിയും. ഒരു സെൽഫ് എക്സാമിനേഷൻ, ഒരു സെൽഫ് നോളജ് നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ആരാകുന്നു, എൻ്റെ ജീവിതം എന്താകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ടായിത്തീരുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പുതിയതായ ഒരു ശക്തിയാണ് ലഭിക്കുന്നത്. നമ്മുടെ പാപത്തെക്കുറിച്ച് ആഴമായ ദുഃഖമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഈ പ്യൂരിഫിക്കേഷനിലേക്ക് വന്നു വരുവാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. നമ്മുടെ മരിച്ചുപോയവരെ കുറിച്ച് നമുക്ക് ദുഃഖമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ പാപത്തെക്കുറിച്ച് ആഴമായ ദുഃഖം നമ്മെ ഭരിക്കുമ്പോൾ മാത്രമാണ് ഈ സ്റ്റിൽനെസ്സില്, ഈ പീസ് ഓഫ് മൈൻഡില്, ഈ ട്രാങ്ക്വിലിറ്റിയില്, ഈ ക്വയറ്റായ അന്തരീക്ഷത്തില് ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് ആഴമായ ചിന്തയോടുകൂടെ എങ്ങനെ ദൈവവും ഞാനുമായിരിക്കുന്ന ബന്ധമെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ നമുക്ക് വരുവാനായിട്ട് സാധിക്കും. ആ അനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം വായിക്കുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നീ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ നീ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ളതായ പിതാവിനോട് നീ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് നോക്കുന്നതായ ജാലകങ്ങളെല്ലാം ഒന്ന് അടച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ സാധിക്കും. പരിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവം വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് വീണ്ടെടുപ്പതിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പരിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത്, യേശു തമ്പുരാൻ തന്റെ മരണം മൂലം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് നാം ദ വേ ഓഫ് ഇലിമിനേഷൻ, ജീവിതത്തിൽ പ്രകാശിതരായി തീരുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ വാതിലുകൾ നാം എപ്രകാരം വായിക്കുന്നു സുവിശേഷത്തില്, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. വെളിച്ചമുള്ളവരായി നടന്നുകൊള്ളുക. ഇരുട്ടിന്റെ ദുഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികളായത് അവയെ ഗൂഢമായി ശാസിക്കത്രേ വേണ്ടിയിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ സ്വർഗീയ പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടതായ ജാതിയാകുന്നു, രാജകീയ പുരോഹിതവർഗമാകുന്നു, സ്വന്തം ജനമാകുന്നു എന്ന് പറയുന്നു. നാം പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ പ്രകാശത്തിന്റെ അനുഭവം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. വീണ്ടും പൗലോസ് പറയുകയാണ് തീത്തോസ് ലേഖനത്തില്, നിങ്ങൾ ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രശോഭിക്കണം, ജ്യോതിസുകളായി തീരണം, പ്രകാശം കൊടുക്കുന്നവരായി തീരണം. പ്രകാശമില്ലാത്ത ലോകത്തിൽ, ഇരുള് ബാധിച്ചിരിക്കുന്ന ലോകത്തിൽ, തിന്മ വളരുന്നതായ ലോകത്തിൽ കപടതയും
തിന്മയും അനീതിയും ദുഷ്ടതയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആ ലോകത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ വെളിച്ചമുള്ളവരായി തീരുവാനാണ്. ഈ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് പ്രകാശിക്കുവാൻ കടന്നു വരുവാനായിട്ടാണ് ദൈവം നമുക്ക് വീണ്ടെടുപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ളതായ ആഴമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ആഴമായ വിശ്വാസത്തോടുകൂടി ഈ ജീവിതധാരയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ ആക്കിയിരിക്കുകയാണ്. ഇന്ന് നമുക്കുള്ളതായ കുഴപ്പം, പ്ലേറ്റോ എന്ന് പറയുന്നതായ വലിയതായ ചിന്തകൻ പറയുകയാണ്, ഒരു കൊച്ചുകുട്ടി ഇരുളിനെ ഭയപ്പെടുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. മനുഷ്യൻ പ്രകാശത്തിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നില്ല. ഇരുളിലേക്കാണ് പോണതെന്ന്, ഇരുട്ടിലേക്കാണ് പോകുന്നത്. ഇരുട്ടിലേക്ക് പോകുമ്പോൾ ജീവിതം മുഴുവൻ അന്ധകാരമായി തീരുകയാണ്. വെളിച്ചം എന്താണ്? പ്രബോധകനാണ്, വഴികാട്ടിയാണ്, സ്നേഹിതനാണ്, കൂടെ ഇരിക്കുന്നവനാണ്, കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നവനാണ്. ആ പ്രകാശമാകുന്ന കർത്താവിലേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയണം. ആ പ്രകാശത്തിലൂടെ നമ്മൾ ഈ ലോകത്തിൽ പ്രകാശിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. വലിയതായ ചുമതലയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും. ലോകത്തിൽ പ്രകാശിക്കുക, തിന്മയുള്ളതായ ലോകത്തിൽ നന്മയ്ക്ക് മുഖാന്തരമായി തീർന്നുകൊണ്ട് നന്മയുടെ ബന്ധാവിലൂടെ ചരിക്കുക, യേശുവിന്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുക, യേശുവിന്റെ മാർഗത്തിൽ നിൽക്കുക. യേശുവിന്റെ വഴിയിലൂടെ ചരിക്കുന്നവരെ പ്രകാശനായി തീരും. അവന് പ്രകാശത്തിന്റെ കൊടുമുടി കയറുവാനായിട്ട് കഴിയും. വിശ്വാസത്തിന്റെ കൊടുമുടി കയറിക്കൊണ്ട് അവൻ തേജസ്സുള്ളവനായി മാറ്റപ്പെടുവാൻ കഴിയും. ഈ വലിയ അനുഭവം, ഈ വലിയതായ ശക്തി സമ്പാദിച്ചു തരുന്നതിന് വേണ്ടിയാണ് യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത്. തന്റെ വീണ്ടെടുപ്പ് മൂലം നാം ഈ ലോകത്തിൽ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരണം. നിങ്ങളെ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. യു ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിലായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ പ്രകാശിക്കുന്ന കർത്താവിനെ കണ്ട് യാത്ര ഒന്ന് തുടരുവാനായിട്ട്, യാത്ര ഒന്ന് നോപ്പെടുത്തുവാനായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ, ഇന്നത്തെ ആരാധനയിലൂടെ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ഇത് വേ ഓഫ് പെർഫെക്ഷന് വേണ്ടിയാണ്. നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത് പൂർണ്ണതയുള്ളതായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് എങ്ങനെ പൂർണ്ണതയുള്ളവരായി തീരുവാൻ സാധിക്കും? യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് പൗലോസ് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ വഴിയാണ് നാം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നത്. നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നതായ ഒരു പദമുണ്ട്, ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ. നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, വണ്ടിയെ കയറുമ്പോഴും, പള്ളിക്കുടുത്തി പോകുമ്പോഴും, സ്കൂളിൽ പോകുമ്പോഴും, പള്ളി വരുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നതായ പദമാണ്, ദൈവമേ എന്നോട് കരുണ ചെയ്യണമേ. ഈ കരുണ എന്നുള്ളതായ പദത്തെക്കുറിച്ച് നമ്മളൊന്ന് ആഴമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മേഴ്സി ഈസ് ദ കമ്പാഷൻ ഫോർ മിസറബിൾ. കഷ്ടപ്പെടുന്നവനുള്ളതായ ദീനാനുകമ്പയാണ്, അനുകമ്പയാണ്, ദയവാണ്. ഈ കമ്പാഷൻ എന്നുള്ളതായ പദം ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ലാറ്റിൻ പദം രണ്ട് പദങ്ങളാണ്. ഒന്ന് കം, CUM, ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിത്ത്, WITH. രണ്ടാമത്തെ പദം പാസിയോ, PASIO, ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സഫറിങ്. ആ വാക്കിൽ നിന്നാണ് നമ്മൾ ഈ ആഴ്ചയിലൊക്കെ പറയുന്ന പാഷൻ വീക്ക്, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെയും വന്നിരിക്കുന്നത്. ഈ വാക്കിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. വിത്ത് സഫറിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒരുവനോട് കരുണയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വേദനാജനകമായ ജീവിതത്തിൽ അവനോട് പറ്റിച്ചേരുന്നതായ അനുഭവമാണ്. അതിനെക്കുറിച്ച് നാം വായിക്കുന്ന ഇപ്രകാരമാണ്: Mercy is the compassion for the miserable. That means the person who has mercy suffers with a person who is in suffering. നമുക്കൊരുത്തിനോട് കരുണയുണ്ട് എന്ന് നാം പറയുമ്പോൾ വേദന സഹിക്കുന്നവനായ മനുഷ്യന്റെ ആ വേദനയുടെ അതേ ഭാവം നാം ഉൾക്കൊണ്ടുകൊണ്ട് അവനോടുകൂടെ സഹകരിക്കുക, മറ്റുള്ളവന്റെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് ഏറ്റെടുക്കുക, മറ്റുള്ളവന്റെ വേദന നമ്മുടെ വേദനയായി ഏറ്റെടുക്കുക. ഇതിന്റെ ആ രൂപത്തിലുള്ള പ്രകടനമാണ് കർത്താവിന്റെ ഈ ക്രൂശ് മരണം. പാപത്തിന്റെ അധീനതയിൽ മനുഷ്യൻ വീണുപോയി, പാപത്തിന്റെ കുഴിയിൽ വീണുപോയി, പാപത്തിന് നീർച്ചൊല്ലിപ്പെട്ടവൻ നട്ടം തിരികെയാണ്. അവൻ ദൈവദേശം നഷ്ടപ്പെടുത്തി, മഹിമ കളഞ്ഞു, പദവി കളഞ്ഞു. അവനെ വീണ്ടെടുക്കുവാൻ, അവന് വേണ്ടി അവന് ലഭിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്ത് അവൻ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിന്റെ ഭാവമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. കർത്താവ് തന്റെ അടുക്കൽ വന്ന ഏവരെയും സഹായിക്കുന്നവനായിരുന്നു, ഏവരോടും കരുണ കാണിക്കുന്നവനായിരുന്നു, ഏവരോടും മനസ്സിലിയുന്നവനായിരുന്നു. ആ മനസ്സിലിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ മേഴ്സി ഉള്ളത് കൊണ്ടാണ് ലാസർ മരിക്കുമ്പോൾ കർത്താവ് അവിടെ ഇല്ലായിരുന്നു. അവനെ ഉയർപ്പിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് കണ്ണുനീർ പാർത്തു എന്ന് പറയുന്നുണ്ട്. അവൻ മനം നൊന്തു, കല്ലറയിൽ നിന്നു എന്നാണ് വായിക്കുന്നത്. വേദനിക്കുന്ന മനുഷ്യനെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ
അവന്റെ പീഡകളിലെ, അവന്റെ പ്രയാസങ്ങളിലെ, അവന്റെ നൊമ്പരങ്ങളിലെ, അവന്റെ അസ്വസ്ഥതകളിലെ, അവന്റെ മനോഭാരങ്ങളിലെ, അവന്റെ മനോനൊമ്പരങ്ങളിലെ, അവന്റെ മനോബധിയിലെ, അവന്റെ മനക്ലേശങ്ങളിലെ തകർന്ന് തരിപ്പണമായി പിച്ചിച്ചീന്തി വേദനയോടുകൂടി ദിനങ്ങളും രാത്രങ്ങളും കഴിക്കുന്ന മനുഷ്യന്റെ വേദനയെ ഒപ്പുവാൻ തക്കവണ്ണം കഴിയുന്നവനാണ് ക്രിസ്ത്യാനിയായി മാറണം. അതാണ് കർത്താവിന്റെ പഠിപ്പിക്കൽ. സഭയ്ക്കുള്ളതായ നിയോഗം അതാണ്. സഭയാരാണ്? സഭയെക്കുറിച്ച് എന്താണ് പഠിക്കാനുള്ളത്? ചർച്ച് ഈസ് ദ റിഡീംഡ് സൊസൈറ്റിയാണ്. ചർച്ച് വീണ്ടെടുക്കപ്പെട്ടതായ സമൂഹമാണ്. ചർച്ച് ഈസ് ഓൾസോ എ റിഡീമിംഗ് സൊസൈറ്റി. ചർച്ചിനെ ആക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ്. ടു ദ മിഷൻ ഓഫ് ദ ചർച്ച്. എന്താണ് മിഷൻ ചേർത്ത്? കർത്താവിനോട് കൂടി ആയിരിക്കുവാനാണ്. ടു ബി വിത്ത് ക്രൈസ്റ്റ്. കർത്താവിനോട് കൂടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെയൊക്കെയും ചുമതല ഇതാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് നൽകിയിരിക്കുന്നതായ ആയുഷ്കാലം നന്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ ധരിച്ചുകൊണ്ട് പീഡകന്റെയും പ്രയാസപ്പെടുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും ദുഃഖിക്കുന്നവന്റെയും രോഗത്തിടിക്കുന്നവന്റെയും ഒക്കെയും വേദനകളെ നീക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശ്വാസത്തിന്റെ കൈത്താങ്ങൾ കൊടുക്കുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ ആ പെർഫെക്ഷനിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കണം. കർത്താവ് അതിനു വേണ്ടിയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പ് നിഷ്പാപാവസ്ഥയിലേക്കാണ്. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് നിഷ്പാപാവസ്ഥയിലായിരുന്നു. പാപം മൂലം ദൈവ കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ടു. തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി, ആയിരിക്കുന്ന സ്ഥാനത്തായിരിക്കാത്ത മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി താൻ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു, പീഡന ഏറ്റെടുത്തു, കഷ്ടത ഏറ്റെടുത്തു, മരിച്ചു, ജീവനെ മറുപടിയായി നമുക്ക് വേണ്ടി നൽകി. ആ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള അവബോധം നമുക്ക് ആവശ്യമാണ്. നമ്മൾ വിലയുള്ളവരാണ് പ്രിയപ്പെട്ടവരെ, വിലയില്ലാത്തവരല്ല. മനുഷ്യന്റെ ദൃഷ്ടിയിൽ നമുക്ക് വിലയില്ലാത്തവരായിരിക്കാം. പണത്തോട് സംബന്ധിച്ചായിരിക്കും ഒരു മനുഷ്യനെ വില കൽപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നാം വിലയുള്ളവരാണ്. അതിനെക്കുറിച്ച് പറയുന്നത് വിലമതിക്കാനാവാത്ത വിലയുള്ളവരാണ്. വിലമതിക്കുവാൻ പാടില്ല. He created all of us in his image and likeness. അവന്റെ സാദൃശ്യവും സാരൂപ്യവും ഉൾക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. വിലയുള്ളവനാണ്. ആ വിലയുള്ളവനായ കർത്താവ് തന്റെ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ആ വീണ്ടെടുത്ത് നമ്മളെ അവരുടെ സ്വർഗീയ പദവിയിലാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്, ഞരക്കങ്ങളുണ്ട്, രോദനങ്ങളുണ്ട്, പറഞ്ഞറിയിക്കുവാൻ മേലാത്തതായ ദുഃഖങ്ങളൊക്കെയും നമ്മെ വലയം ചെയ്യുന്നു. ഈ സമയത്ത് നാം ചിന്തിക്കണം, നമ്മെ ദൈവം തമ്പുരാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്, എന്നെ താങ്ങുവാനായിട്ട്, ഞാൻ വീണു പോകാതിരിക്കുവാനായിട്ട്, ഞാൻ നിലംപരിചാകാതിരിക്കാനുമായിട്ട് എൻ്റെ കൂടെ അവനുണ്ട്. അവൻ എന്നെ വഴി നടത്തും, അവൻ എന്നെ പരിപാലിക്കും. എൻ്റെ യാത്ര വിജയകരമായി തീരുവാൻ അവൻ എനിക്ക് ശക്തി നൽകും. അതുകൊണ്ട് ഞാൻ അവനിൽ തന്നെ സകലവും സങ്കേതപ്പെട്ട് എൻ്റെ യാത്ര തുടരുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ ദൈവമല്ലാതെ നമ്മെ താങ്ങുവാനോ കൈപിടിച്ചുയർത്തുവാനോ വഴി നടത്തുവാനോ മറ്റാരുമില്ല. അവനിൽ സങ്കേതപ്പെട്ട് അവനോടുകൂടെ യാത്ര ചെയ്യാം. വീണ്ടെടുത്തിരിക്കുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്, വീണ്ടെടുത്തിരിക്കുന്നത് ഇലിമിനേഷന് വേണ്ടിയാണ്. അവസാനത്തെ ക്രിസ്ത്യൻ തിയോളജി, ഓർത്തഡോക്സ് തിയോളജി അനുസരിച്ച് അവനോടുകൂടെ യൂണിയനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്ഷൻ. ഇത് മൂന്നും ഓർത്തഡോക്സ് തിയോളജിയാണ്. ഈ പെർഫെക്ഷനിലേക്കാണ് പോകുന്നത്. ആദ്യമേ പാപപരിഹാരം ലഭിക്കുന്നവനെ പ്രകാശനായി തീരുവാൻ സാധിക്കും. പ്രകാശനായി തീരുന്നവനെ കർത്താവിന്റെ മഹിമയിൽ ആനന്ദിക്കുകയാണ്. പ്രകാശപുത്രന്മാരോടുകൂടി സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശനത്തിലേക്കുള്ള പാലും കർത്താവ് തന്നെ മരണം മൂലം തുറന്നിരിക്കുന്നു. അവിടേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യാത്ര സുഖമായി തീരുവാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ദേഹവും ദേഹിയും ആത്മാവും സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ അവനവന്റെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ദൈവസന്നിധി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിച്ച് പാപോചനം പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം. പ്രാർത്ഥിക്കുവാനുള്ള വരം നിങ്ങൾക്ക് തരട്ടെ, പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിൽ നിറഞ്ഞു വന്നുകൊണ്ട് ഈ യാത്ര ശോഭനമാക്കി തീർക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.